എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സെലിബ്രിറ്റീസിനോട് ആരാധനയും നമ്മുടെ തൊട്ടടുത്തുള്ളവരോട്, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ അതേ ലെവലിലുള്ളവരോട് അസൂയയും തോന്നുന്നത്? ഉത്തരം വളരെ എളുപ്പമാണ്. എ ജേണൽ ഓഫ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പഠനത്തിൽ 2005 പഠനമായിരുന്നു. ആ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ 2 തരത്തിലാണ് വ്യക്തികളെ കാണുക. അതായത് ഈ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതും അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റീസ്, അവരെ നമ്മുടെ ബ്രെയിൻ പ്രത്യേക ഒരു യൂണിവേഴ്സിലാണ് കാണുന്നത്. അതായത് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഉയരങ്ങളിലെത്തിയവർ. അവരോട് നമുക്ക് ആയതിനാൽ തന്നെ ഒരു ആരാധന തോന്നും. എന്നാൽ നമ്മുടെ ബ്രെയിൻ അടുത്ത കാറ്റഗറി ഓഫ് പീപ്പിൾ, അതായത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ അതേ ലെവലിലുള്ള, നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള, നമ്മുടെ പീർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കാണുന്നത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇടങ്ങളുള്ളവരായിട്ടാണ്. അപ്പോൾ അവർ ചെറിയ ചെറിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുമ്പോഴും നമുക്ക് തോന്നും ഇങ്ങനെ, അതായത് എന്തുകൊണ്ട് നമുക്ക് അവിടെ എത്തിക്കൂടാ? നമ്മളല്ലായിരുന്നു അതിൽ കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ, എന്തുകൊണ്ട് അവൻ എത്താൻ സാധിച്ചു? ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ നമ്മൾ ആരാധനയോടെ മറ്റൊരു യൂണിവേഴ്സിൽ, ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു യൂണിവേഴ്സിൽ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കും എത്തിപ്പെടാൻ സാധിക്കും എന്ന ഒരു ചിന്തയിലാണ് കാണുന്നത്. അതിൻ്റെ പുറത്തു തന്നെയാണ് അസൂയ ഉരുത്തിരിയുന്നത്.